ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഈ വീഡിയോ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ലാസ്റ്റ് 2025 ലാസ്റ്റ് കുറച്ച് ദിവസങ്ങൾ എൻ്റെ എങ്ങനെയായിരുന്നു എന്ന് എനിക്ക് തന്നെ ഒന്ന് കാണാനും ഓർക്കാനും വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ കുട്ടി വീഡിയോ ആണ്. അതിൽ ഫുൾ വ്ളോഗായിട്ടല്ല, എല്ലാ ദിവസത്തെയും അല്ലെങ്കിൽ എനിക്ക് ഓർത്ത് വെക്കണം അല്ലെങ്കിൽ ജസ്റ്റ് ലാസ്റ്റ് എങ്ങനെയായിരുന്നു എന്നൊക്കെ ഒന്ന് പിന്നീട് റിവൈൻഡ് ചെയ്ത് കാണണമെങ്കിൽ എങ്ങനെയൊക്കെ ആയിരുന്നു 2025 ലാസ്റ്റ് എന്ന് എനിക്ക് തന്നെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ ഓർമ്മകൾ. അപ്പോൾ അതാണ് ഈ വീഡിയോ. അപ്പോൾ എൻ്റെ ഓർമ്മകളിലേക്കും ഞാൻ നിങ്ങളെയും ക്ഷണിക്കുകയാണ്. കമോൺ. അമ്മ അവിടെ മുളക് ഇഞ്ചി എത്ര 150 കാൽ കെജി 150 കാശ്മീരി മാങ്ങ ഇതെത്ര സെയിം എമൗണ്ട് എല്ലാ വീക്കിൽ കാൽ കിലോ 150 കയ്യിലൊന്നും തേച്ചു തേനെല്ലിക്കാണോ? അത് കൊള്ളാം. മമ്മി അച്ചാറ് ടേസ്റ്റ് ചെയ്ത് മൊത്തം തീർക്കുമെന്ന് തോന്നുന്നുണ്ട്. മമ്മിക്ക് ഇപ്പോഴാ സന്തോഷമായത് അച്ചാറൊക്കെ കിട്ടിയപ്പോ. പിതാവിനെയും കുടുംബത്തെയും സംരക്ഷിക്കുന്ന പ്രിയപ്പെട്ട അരുൺ LED ബൾബുകളാണ് നമുക്ക് അരുണിനെയും കുടുംബത്തെയും സഹായിക്കാൻ നമ്മളാൽ കഴിയും. മമ്മി കഴിക്കൂ. പാനിപൂരി കഴിക്കാം, നല്ല സൂപ്പറാണ്. ഇത് നമുക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ മേടിക്കും, ഒരു ട്രിപ്പ് മേടിച്ചു, ഇനി അടുത്തത് മേടിക്കും. മമ്മിക്ക് ഇഷ്ടപ്പെട്ടോ? എനിക്ക് ഒരെണ്ണം കഴിച്ചപ്പോഴേ ഓക്കെ ആയി. ഇത് നോക്കാണെങ്കിൽ അങ്ങോട്ട് ഭയങ്കര ഇഷ്ടം. പാനിപൂരി എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഇഷ്ടം. പിന്നെ മേടിച്ച് കഴിക്കാം, ഭയങ്കര ഇഷ്ടമാണ്. ഹൈദരാബാദിൽ പഠിക്കുമ്പോൾ അവിടെ ഇതിൻ്റെ ആശാട്ടിയായിരുന്നു. ഇവിടെ പാനിപൂരിയുടെ ആശാട്ടിയായിരുന്നു. എവിടെ കണ്ടാലും മേടിച്ച് കഴിക്കും. അച്ഛനെ പിടിക്കണ്ട. അരുണിനെയും കുടുംബത്തെയും സഹായിക്കാൻ നമ്മളാൽ കഴിയുന്ന LED ബൾബുകൾ വാങ്ങി നമുക്ക് സഹായിക്കാൻ അരുണിനെയും കുടുംബത്തെയും.
പിടിക്കണം ഇങ്ങനെയൊക്കെ. മമ്മിക്ക് അച്ചാറ്, എനിക്ക് പാനിപൂരി, അച്ചാച്ചന് കപ്പലണ്ടി. സമാധാനം. എവിടെ പോവാ റോസി? തിയേറ്ററിൽ പോവാം. എത്ര മണിയായി? 11:30. നിങ്ങൾക്ക് എന്തോരം വേണോ? പോപ്കോൺ വേണം ഇപ്പൊ പറഞ്ഞോളാം, അല്ലെങ്കിൽ സിനിമ തുടങ്ങാൻ നേരത്ത് പറയരുത്. കുറച്ച് നാളായിട്ട് ഞാൻ ഇങ്ങനെ വിചാരിക്കും മുടി കട്ട് ചെയ്യണം, പക്ഷെ പിന്നെ വിചാരിക്കുമോ വേണ്ട. അപ്പോൾ ഇതിൻ്റെ ഒരു കൺഫ്യൂഷൻ്റെ ഇടയിൽ ഞാൻ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ഇന്ന് വിചാരിച്ചു എന്തായാലും പുതിയ വർഷമൊക്കെ തുടങ്ങാൻ പോവല്ലേ, ഒരു ചേഞ്ച് ആയാലോ. അപ്പം ഞാൻ ഈ ഒരു പേപ്പറിൽ ഞാൻ കട്ട് ചെയ്യണ്ടെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഡോണ്ട് കട്ട് അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേതേലും കണ്ണടച്ച ഒരെണ്ണം എടുക്കാം. അപ്പോൾ അതായതാണോ അത് ചെയ്യാൻ നോക്കാം. ഇതാണ് കട്ട്. അപ്പോൾ ഓക്കെ, നമുക്കിന്ന് മുടി കട്ട് ചെയ്യാൻ പോവാം. ഹലോ ഗൈസ്, ന്യൂ ഇയറിന് പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കൊരു പാട്ട് പാടാം. കോപ്പിറൈറ്റ് ആകുമോ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ, എന്നാലും നമുക്ക് പാടാം. ഒരു അടിച്ചുപൊളി ഗാനം തന്നെ ആയിക്കോട്ടെ. ഓക്കെ, കഴിഞ്ഞു. ഇനിയും നെക്സ്റ്റ് സോങ്, ഫേവറേറ്റ് സോങ് ആണ്. ഇത് നമുക്ക് കരോക്കെ ഇല്ലാണ്ട് പാടാം. മേഘം വാനിലെങ്കിലും പടക്കം പൊട്ടിക്കും. ഒരു മിനിറ്റ്. ദൂരെ ദൂരെ മാഞ്ഞുവെങ്കിലും താഴെ ആഴിയെത്തുവാൻ മഴയായി വീണ്ടും പെയ്തിറങ്ങുമേ. ഉലകിതിനോടും പൊരുതിടുമിനി ഞാൻ നിന്നെ നേടാനഴകേ. ഇവളിനി നിന്നിൽ കലരുകയായി, ഒരു നദിയായി നാം ഒഴുകാം മിഴിയിൽ. ഒരു പണിയില്ലാണ്ട് ന്യൂ ഇയർ അല്ലേ, വെളിയിടുന്ന ഉടുപ്പ് ഇട്ട് ഒരുങ്ങിയില്ല. ഗൈസ്, എന്നെ പോലെ നിങ്ങൾ ആരെങ്കിലും ഉണ്ടോ ഇവിടെ ന്യൂ ഇയർ ആയിട്ട് വീട്ടിൽ കുത്തിയിരിക്കുന്നത്? ലാസ്റ്റായിട്ട് ഒരു പാട്ടും കൂടെ പാടിയിട്ട് കിടന്നുറങ്ങാം, അല്ലാണ്ട് എന്ത് ചെയ്യാൻ. നമുക്കിപ്പോൾ ഒരു തമിഴ് പാട്ട് പാടാം. തമിഴ് സോങ് ഏത് പാടും? ഇതിനകത്തിൽ ആദ്യം എനിക്കറിയാവുന്ന ഏത് പാട്ട് വരുന്നു അത് നമ്മൾ പാടും.
ഈ മൂച്ചവ പേർ சொல்லும் അഴകവ എനക്കുള്ള കലക്കിറോ. അതെനിക്കറിയത്തില്ല, ട്രൈ ചെയ്തതാ. ഇപ്പം 2 പാട്ടും നമ്മൾ മലയാളം പാടി. സോ നമുക്കൊരു തമിഴ് പാട്ടും ഒരു ഹിന്ദി പാട്ടും കൂടെ പാടിയിട്ട് നമുക്ക് ഉറങ്ങാം. രണ്ട് വരി നമുക്ക് എല്ലാത്തിൻ്റെ 2 വരി പാടാം. അറിയുന്ന ഇതിൽ പാടാം. ഒരു പാട്ട് തമിഴ്. നീതാനേ നീതാനേ നെഞ്ചേ തട്ടും സത്തം അഴകായുടേന്തേൻ നീ അർത്ഥം. നീതാനേ നീതാനേ ഒരു മിമ്പും ഉയരിൻ ഓസൈകൾ. ഇനിയും ഹിന്ദി പാട്ട് ഏത് വരും? ഇതെൻ്റെ സ്ഥിരമുള്ള പാട്ടാണ്. വേറെ പാട്ട് പാടാം നമുക്ക്. लुका छुपी बात हुई सामने आ जाना. कहाँ कहाँ ढूंढा तुझे दग गई है अब तेरी माँ. आजा सांझ हुई मुझे तेरे फिक्र ढूंढ ला गई. देख तेरी नजर आ जाना. ഇവിടെ പുറകിൽ നിന്ന് പുറകിന്നല്ല ഇവിടെ നോക്കിയോ പടക്കം പൊട്ടിക്കുന്ന ശബ്ദമൊക്കെ കേൾക്കുന്നു. എനിക്ക് വിഷമമാവുന്നു. ഞാൻ പോയി കിടന്ന് ഉറങ്ങട്ടെ. ഞാൻ പോയില്ല. എനിക്ക് ഒരു പാട്ടും കൂടെ പാടണം. ഏത് പാട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആദ്യം പാടാൻ വിചാരിച്ചിരുന്ന പാട്ടാണേ, പക്ഷെ അത് ഭയങ്കര പാട്. എൻ്റെ ഈ മൂളൽ കേട്ടിട്ട് നിങ്ങൾക്ക് ഏത് പാട്ടാന്ന് തോന്നി? അകനക അകനക മുകനകയേ മുകനക മുകനക മുരുനകയേ മുരുനക മുരുനക തരുനകയേ തരുനക തരുനക വരുനകയേ. യാരത് യാരത് ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് ന്യൂ ഇയർ രാവിലെ ആണ്. അപ്പോൾ ഞാൻ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ന്യൂ ഇയറിൻ്റെ ന്യൂ ഇയർ തുടങ്ങി ഫസ്റ്റ് ഡേ ആണ്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ഫുഡ് ഞാൻ കുറച്ച് സ്പെഷ്യലാക്കാമെന്ന് വിചാരിച്ചു. മാതാശ്രീ വാരിത്തന്ന് ഞാൻ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഓക്കെ, അതോടെ കഴിഞ്ഞിട്ട് നമ്മുടെ ഈ വീഡിയോ അവസാനിക്കുകയാണ്. എൻ്റെ തീറ്റിയാണ് ലാസ്റ്റ്. ജനുവരി 1 എൻ്റെ മമ്മി എനിക്ക് വാരി തന്നെന്ന് ഈ വീഡിയോ കാണുമ്പോൾ ഇങ്ങനെ ഓർത്തോണ്ടിരിക്കും, ഓർത്ത് സന്തോഷിക്കും. അല്ലേ തന്നെ സ്ഥിരം വാരിക്കൊടുപ്പാം. കുഴപ്പമെന്നല്ലേ എപ്പോഴും വാരിക്കൊടുപ്പാം. അതുപോലും കഷ്ടപ്പെട്ട് തിന്നാൻ വയ്യ. അതുകൊണ്ട് ആ ജോലി പോലും പുള്ളിക്കാരിക്ക് ചെയ്യാൻ വയ്യ. അത്രയുള്ള കാര്യം. ഇനി ഞങ്ങൾക്കിവിടെ വെള്ളയപ്പവും ബീഫ് കറി. അപ്പോൾ ഓക്കെ, ബൈ.